നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ പാസാക്കാൻ കഴിയാതെ പോയ വനിതാ ബില്ലിനെ മുൻനിർത്തി BJP വലിയ പ്രചാരണം അഴിച്ചുവിടുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ. നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വനിതാ സംവരണ ബിൽ പാസാക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലിനെ എതിർത്തത് ആയുധമാക്കി BJP ഈ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രചാരം നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രചരണം പ്രതിപക്ഷത്തിന് എതിരെ നടത്താൻ BJP തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തിയത്. അങ്ങനെ വനിതാ സംവരണ ബില്ല്, വനിതകൾക്ക് വളരെ വ്യക്തമായ പ്രാധാന്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം അത് നൽകാൻ BJP തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നടപ്പാക്കാൻ അത് BJP ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. പക്ഷേ പ്രതിപക്ഷം അതിനെ എതിർത്ത് തോൽപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ വനിതകളോട് പക്ഷപാതപരമായി പെരുമാറിയിരിക്കുകയാണ് പ്രതിപക്ഷം. വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതിനോട് അവർ അനുകൂലിക്കുന്നില്ല, അത് വനിതകൾക്കെതിരായിട്ടുള്ള നീക്കമാണ് എന്ന രീതിയിലാണ് BJP രാജ്യമെമ്പാടും പ്രചരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും BJP പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വലിയ പ്രചരണം BJP നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് കനത്ത ആക്രമണം പ്രതിപക്ഷത്തിനെതിരെ നടത്തി. കഴിഞ്ഞ ദിവസം രാത്രി 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ആ അഭിസംബോധനയിൽ പതിവിൽ നിന്ന് വിപരീതമായി പ്രതിപക്ഷത്തിനെതിരെ കനത്ത ആക്രമണമാണ് പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത്. പ്രതിപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ ആക്രമണം അദ്ദേഹം അഴിച്ചുവിട്ടിരുന്നു. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. അതിനുള്ള ഒരു അസുലഭ അവസരമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വന്ന വനിതാ സംവരണ ബില്ല്. വികസിത ഭാരതം എന്ന ലക്ഷ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. വികസിത ഭാരതത്തിൽ വനിതകളുടെ പ്രാതിനിധ്യം ഏറെയുണ്ടാകണം എന്ന് BJP ആഗ്രഹിക്കുന്നു. എന്നാൽ കോൺഗ്രസ് ഇതിനെ തുരങ്കം വയ്ക്കുന്നു എന്നാണ് ഇന്നലെ അഭിസംബോധനയിൽ, രാഷ്ട്രത്തോടായി ചെയ്ത അഭിസംബോധനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നടിച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ റാലി പശ്ചിമ ബംഗാളിൽ നടക്കുകയായിരുന്നു. ആ റാലിയിലും അദ്ദേഹം വളരെ കനത്ത ആക്രമണം തന്നെ പ്രതിപക്ഷ മുന്നണിക്കെതിരെ അദ്ദേഹം നടത്തി. പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് മമതാ ബാനർജി. ആ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നാൽ മമതാ ബാനർജി വനിതാ സംവരണ ബില്ലിൽ വലിയ ഇരട്ടത്താപ്പ് കാണിച്ചു. വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ അനുവദിക്കാതെ രാജ്യത്തെ വനിതകളോട്, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെ വനിതകളോട് കടുത്ത അനീതി കാട്ടി. മമതാ ബാനർജി ഒരു വനിതയാണ്. അവർ കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന വനിതയാണ്. എന്നിട്ട് പോലും രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്ന ഒരു പദ്ധതിയുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ചില്ല. മാത്രമല്ല, രാജ്യത്തെ അധസ്ഥിത അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് എന്നും വലിയ പ്രാതിനിധ്യം നൽകിയിരുന്ന പാർട്ടിയാണ് BJP. രാജ്യത്തെ ഗോത്രവർഗ ജനതയുടെ പ്രതിനിധിയായിട്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ BJP ആണ് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി പദത്തിൽ എത്തിച്ചത്. എന്നാൽ ഈ രാഷ്ട്രപതിയെ വനിതയും അതുപോലെ തന്നെ ഗോത്രവർഗ വിഭാഗത്തിൻ്റെ പ്രതിനിധി കൂടിയായ, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധി കൂടിയായ ദ്രൗപദി മുർമുവിനെ പശ്ചിമ ബംഗാളിൽ എത്തിയപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് മമതാ ബാനർജി നൽകിയത് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയെ മമതാ ബാനർജി അടച്ചധിക്ഷേപിച്ചിരിക്കുന്നു. അത് ലോകം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വനിതകൾക്കും അതുപോലെ അധസ്ഥിത വിഭാഗങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഇപ്പോൾ BJP ആവശ്യപ്പെടുന്നത്. BJP ഈ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ ഗിയർ മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഗിയർ മാറ്റിയിരിക്കുകയാണ്. ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ ശക്തമായ പ്രചരണം തന്നെ പ്രതിപക്ഷത്തിനെതിരെ ഇപ്പോൾ ബംഗാളിൽ BJP നടത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അവർക്ക് വിജയിക്കാൻ സാധിക്കും, ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ BJPക്ക് ഈ അടുത്ത കാലത്ത് വരെ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇടതു
പടുകോട്ടയായിരുന്നു പശ്ചിമ ബംഗാൾ. ഏതാണ്ട് 3 പതിറ്റാണ്ട് പിന്നിട്ട ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ആദ്യമായി അധികാരത്തിലെത്തിയത് 2011-ലാണ്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകൾ 2016-ലും 2021-ലും മമതാ ബാനർജി തുടർ ഭരണം നേടി. 2026-ലെ തിരഞ്ഞെടുപ്പിലും 4ാം തവണയും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് മമതാ ബാനർജിയും പാർട്ടിയും വിലയിരുത്തുന്നത്. എന്നാൽ അതിന് ശക്തമായ വെല്ലുവിളി BJP ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ BJP ഏതാണ്ട് 77 സീറ്റുകളോളം പശ്ചിമ ബംഗാളിൽ നേടിയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ വെല്ലുവിളി ഉയർത്തി ഒരുപക്ഷെ BJP ഭരണം പിടിച്ചെടുത്തേക്കാമെന്ന ഒരു സാഹചര്യം പ്രചരണഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ വോട്ടെടുപ്പ് അടുക്കും തോറും അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിനത്തിൽ BJP പിന്നോട്ട് പോവുകയായിരുന്നു. അതായത് 77 സീറ്റുകളിൽ BJP ഇടിച്ചു നിൽക്കുകയായിരുന്നു. 294 അംഗ നിയമസഭയിൽ 148 അംഗങ്ങളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് 223 സീറ്റുകളോടുകൂടി മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. എന്നാൽ 148 സീറ്റുകൾ നേടി അല്ലെങ്കിൽ 150-ലധികം സീറ്റുകൾ നേടി ഇത്തവണ സംസ്ഥാനത്ത് അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് BJP സംസ്ഥാന ഘടകം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രചരണം, കടുത്ത മത്സരം തന്നെ BJP കാഴ്ചവെക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിലാണ് വനിതാ സംവരണ ബില്ല് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരുന്നതും പ്രതിപക്ഷം അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നതും. വനിതാ സംവരണ ബില്ലിനോട് തങ്ങൾക്ക് എതിർപ്പില്ല, വനിതകൾക്ക് സംവരണം നൽകുന്നതിൽ, ലോക്സഭയിലും നിയമസഭയിലും സംവരണം നൽകുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ അതിനോട് ചേർത്ത് വച്ചിരിക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലാണ് ഞങ്ങളുടെ എതിർപ്പിന് കാരണം എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷേ BJP ഇതിനെ വനിതാ സംവരണ ബില്ലിന് എതിരായിട്ടുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് പ്രചരിപ്പിക്കുന്നത്. വനിതാ സംവരണ ബില്ല് 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിൽ വരുത്താൻ BJP ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, ഈ രാജ്യത്ത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വനിതകൾക്ക് സംവരണമുണ്ട്. അവർക്ക് നിശ്ചിത സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 50% വരെ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. അവിടെയാകാമെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭയിലും നിയമസഭയിലും ആയിക്കൂടാ എന്നാണ് BJP ചോദിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അതിനെ എതിർക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയം വരുന്നതോടുകൂടി ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 850 വർദ്ധിക്കും. ഈ വർധനവ് ഏറ്റവും കൂടുതൽ വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം പോകുമെന്നുമൊക്കെയാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചത്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. ആ രീതിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്നുകൊണ്ട് ബില്ലിന് എതിരായി വോട്ട് ചെയ്യുകയായിരുന്നു പ്രതിപക്ഷം. ഇതിനെയാണ് ഇപ്പോൾ ഭരണപക്ഷം ആയുധമാക്കുന്നത്. രാജ്യത്താകമാനം BJP ഈ വനിതാ സംവരണ ബില്ലിനെതിരെ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലും BJP ഗിയർ മാറ്റിയിരിക്കുകയാണ്. ഹൈ പവർ പ്രചരണം തന്നെയാണ് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് BJP പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് നടത്തുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് 23-ന് നടക്കും. 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് ബംഗാളിൽ 29-നാണ് നടക്കുക. 29-ന് ബംഗാളിൽ 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ്. അതിനുശേഷം മെയ് 4-നാണ് വോട്ടെണ്ണൽ. അന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ഫലപ്രഖ്യാപനം അറിയാൻ സാധിക്കും. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ, കേരളവും പുതുച്ചേരിയും അടക്കം 5 സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ പശ്ചിമ ബംഗാളിൽ കനത്ത പോരാട്ടം അത് നടക്കുകയാണ്. ആ പോരാട്ടത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഭരണം 4ാം തവണയും നിലനിർത്താൻ കഴിയുമെന്ന് മമതാ ബാനർജിയും വിശ്വസിക്കുന്നു. അസം സംസ്ഥാനത്തെ സ്ഥിതി അത് BJPക്ക് കുറച്ചുകൂടി അനുകൂലമാണ്. പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. DMK സർക്കാർ തുടർ ഭരണം നേടും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അട്ടിമറി വിജയത്തിലൂടെ NDA സർക്കാർ AADMKയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും എന്നവരും പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് പല സർവേകളും ഇതിനോടകം തന്നെ പ്രവചിച്ചിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് BJP എത്ര സീറ്റുകൾ നേടും എന്ന ഒരു ചോദ്യമാണ്. ഏതാണ്ട് 9 മുതൽ
14 സീറ്റുകൾ വരെ നേടും എന്ന് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത്ര സീറ്റുകൾ BJPക്ക് നേടാൻ കഴിയില്ല എന്നൊരു വാദവുമുണ്ട്. എന്തായാലും ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാവുകയാണ്. ബംഗാളിൽ BJP വനിതാ സംവരണ ബിൽ, പരാജയപ്പെട്ട വനിതാ സംവരണ ബിൽ അത് വലിയ വിഷയമാക്കി ഏറ്റെടുക്കുകയാണ്. വനിതകളെ വഞ്ചിക്കാൻ മമതാ ബാനർജി സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബംഗാളിൽ ഉയർത്തി കഴിഞ്ഞു.